രണ്ട് അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നു എക്സിസ്റ്റിംഗ് വിസക്കാർക്ക് ഇത് ബാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ബാധിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി നിങ്ങൾക്ക് ബാധിക്കാനുള്ള ചാൻസുള്ള കാര്യങ്ങൾ ഒന്ന് NI കോൺട്രിബ്യൂഷൻ, ടാക്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ നോക്കുന്നുണ്ടാവും. ഇവിടെ ഏത് നിയമം വന്നു കഴിഞ്ഞാലും ഒരുപാട് കടമ്പകൾ തീർന്നതിന് ശേഷം മാത്രമാണ് അതൊരു നിയമമായിട്ട് വരാറുള്ളൂ. കൺസൾട്ടേഷൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സിനും എല്ലാത്തിനും ഭയങ്കരമായിട്ട് വാല്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു നിയമമായിട്ട് മാറുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ നമുക്ക് ഒന്നും ഇതുവരെ പറയാനായിട്ടില്ല, ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരുന്നവർക്ക് ബാധിക്കാനാണ് ചാൻസ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി UK ഗ്രാജുവേറ്റ് വിസ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിസയിൽ നിന്നിട്ട് നിങ്ങൾ കെയർ വിസയിലോട്ട് സ്വിച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ ഡിപ്പെൻഡ് ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഒരാളുടെ വീഡിയോ ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടാണ്. ഇത് ഏകദേശം സത്യമാണ്, കാരണം എൻ്റെ 1-2 ഫ്രണ്ട്സും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ചിലപ്പോൾ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പേജ് ഫോളോ ചെയ്യാവുന്നതാണ്. Okay, bye.